ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മോരുകറിയാണ്. ഇതേപോലെ ഒരു ചീനച്ചട്ടി അങ്ങോട്ട് വെക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. കുറച്ച് കടുക് ഒന്നിട്ട് കൊടുക്കുക. ഉലുവ അതുകൂടെ നമുക്ക് ഇട്ട് കൊടുക്കുക. ഒരു 3-4 വറ്റൽമുളക്, വെളുത്തുള്ളി. അതിന് ശേഷം ഒന്ന് ഇളക്കി ഇതേപോലെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചിയുണ്ട്, അത് ഇട്ടു. ഒരു 2-3 പച്ചമുളക്, ഒരു 10 കൊച്ചുള്ളി, ഒരല്പം കറിവേപ്പില അതും ഇട്ടു. ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചി എല്ലാം ഒന്ന് മൂത്തിട്ടുണ്ട്. ഒരു 3 പഴുത്ത തക്കാളി ഇതേപോലെ ഒന്ന് അരിഞ്ഞെടുക്കുക. ആ തക്കാളിയും കൂടെ ഇതിൻ്റെ അകത്ത് ഇട്ടു. തക്കാളി ഇതിൻ്റെ അകത്ത് ഇട്ടൊന്ന് വഴറ്റിയെടുക്കണം. നമുക്കിതേപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഒന്നുകൂടെ ഒന്ന് ഇളക്കി ഒന്ന് അടച്ചു വെക്കാം. ഏകദേശം ഒരു 3 മിനിറ്റോളം ഞാൻ മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി തുറന്നു ഇതാണ് ഈ തക്കാളിയൊക്കെ ഒന്ന് ഉടച്ചിട്ടുണ്ട്. ഒരു തേങ്ങയുടെ പകുതി അതിൻ്റെ തേങ്ങാപ്പാലാണ് ഈ എടുത്തിരിക്കുന്നത്. ഇത് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പൊടി ഇട്ട് കൊടുക്കും. ഒരു 1/4 ടീസ്പൂൺ അളവിൽ കായപ്പൊടിയാണ് ചേർക്കുന്നത്. ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതേപോലെ ഒന്ന് ചെറുതായിട്ട് തിളയ്ക്കുമ്പോഴത്തേക്കും ഇതങ്ങ് നിർത്തണം. ഇനി വേണ്ടത് 6 ലിറ്റർ തൈരാണ്. ഇതൊരു മീഡിയം രീതിയിലുള്ള പുളിയേ ഉള്ളൂ കേട്ടോ. നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കും. ഇനി നമുക്ക് ഈ ഉടച്ച് വെച്ചിരിക്കുന്ന തൈര് ഇതിനകത്തോട്ട് ഒഴിക്കാം. ഞാൻ പറഞ്ഞില്ലേ, ഇത് തേങ്ങാപ്പാൽ ഒഴിച്ച് നിങ്ങൾ മോരുകറി ചെയ്തിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഒരു പ്രാവശ്യം കയറി ചെയ്ത് നോക്കണം. കാര്യം നല്ല ടേസ്റ്റാണിത്.